ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പുളി എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം മതിയേ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പത്തോട്ടൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് തന്നെ ഇടണേ. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് 4 പച്ചമുളക് നെടുകെ കീറിയതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിനുശേഷം പൊടികളിട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ അച്ചാറിന് വേണ്ട ഡേറ്റ്സ് 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുവെല്ലാം കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ, അത് ഒട്ടും തന്നെ നമ്മൾ അരിക്കാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് 2 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് ഞാൻ 1 കപ്പോളം തന്നെ ശർക്കരയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എത്ര എടുക്കുന്നോ അതേ അളവിൽ തന്നെയാണ് ശർക്കര എടുക്കേണ്ടത്. ഇതിൻ്റെ 2ൻ്റെയും നേർ പകുതിയായിട്ടാണ് പുളി എടുക്കേണ്ടത്. ശർക്കര ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡേറ്റ്സ് പിക്കിളെല്ലാം വറ്റി വരും. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മൾ ഇതിനകത്ത് വിനീഗറൊന്നും ചേർക്കുന്നില്ല. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചേർക്കുന്നതുകൊണ്ട് ഇത് കേടുകൂടാണ്ട് ഒത്തിരി നാളിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിലാണേ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയും ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ബിരിയാണിയുടെ കൂടെയും ഇറച്ചിച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.